ഹലോ. അപ്പോൾ കുറച്ചായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് നല്ല തിരക്കിലാണ്. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ മലയ്ക്ക് പോകാനുള്ള വ്രതം തുടങ്ങാനുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് മുക്കാനും അതുപോലെ വൃത്തിയാക്കാനും മൊത്തത്തിലൊരു ക്ലീനിങ്ങാണ്. അപ്പോൾ ആ ഒരു തിരക്കിലായതുകൊണ്ടാണ് നമ്മളിപ്പോൾ വീഡിയോസൊന്നും ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാൻ എടുത്ത വീഡിയോസാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഞങ്ങൾ അച്ഛൻ്റെ വണ്ടി വിളിച്ചിട്ട് ഞാനും പിള്ളേരും മാത്രമാണ് കേട്ടോ പോണത്. ഏട്ടൻ വരും. ഞങ്ങൾ വെറും 2 ദിവസത്തിനാണ് കേട്ടോ പോണത്. നോലുമ്പ് തുടങ്ങുന്നതിൻ്റെ മുന്നേ 2 ദിവസം വീട്ടിൽ പോയി നിൽക്കാനൊരു പൂതി. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. പിന്നെ അമ്മമ്മ ഉണ്ട്, അമ്മമ്മേനെ ഒന്ന് കാണണം. അപ്പോൾ നമ്മൾ അച്ഛൻ്റെ വണ്ടി എന്നും ഇറങ്ങണ ഭാഗത്തല്ല, വേറെ ഭാഗത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഇടവഴിയുണ്ട്. ഇപ്പുറത്ത് പള്ളിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഇടവഴി കൂടെ ഞങ്ങളിങ്ങനെ നടന്നു പോകണേ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിൽ അമ്മമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അച്ഛനും അമ്മയും അബിയൊക്കെ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മമ്മയ്ക്ക് അറിയില്ല ഞങ്ങളിന്ന് വരുന്ന കാര്യം. അപ്പോൾ അമ്മമ്മ അങ്ങനെ ചോറ് തിന്നാനുള്ള ഒരു തയ്യാറെടുപ്പിൽ നിന്നിട്ട് ആ പിള്ളേർ പിന്നെ അമ്മേനെ കണ്ടപ്പോൾ അങ്ങോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ അവരവിടെ കയറി വരുമ്പോഴത്തേക്കും ഞാനും ബാഗും കാര്യങ്ങളൊക്കെ കൈ കടഞ്ഞു തുടങ്ങി കേട്ടോ. കുറച്ച് ഇങ്ങോട്ട് നടക്കാനുള്ളെങ്കിലും ബാഗൊക്കെ ഉള്ള കാരണം. അപ്പോൾ അതവിടെ കൊടുന്നിട്ടിട്ട് അമ്മമ്മയുടെ അടുത്തേക്ക് ചെന്ന് നോക്കിയാണ്. അപ്പോൾ അമ്മമ്മ അടുക്കളയിൽ ചോറ് എടുക്കുകയായിരുന്നു. ചോറ് വിളമ്പിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വരുന്നത് അറിയാത്തതുകൊണ്ട് തന്നെ ആരാ ചോദിക്കുകയാണ് എന്നോടേ. ആരാ എന്താന്നൊക്കെ ചോദിക്കുകയാണ്. എന്നെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. പിന്നെ പാറു വന്നിട്ട് പാറു മുത്തശ്ശിയെ വിളിച്ചപ്പോഴാണ് അയ്യോ എൻ്റെ കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവിടെ അങ്ങോട്ട് സ്നേഹപ്രകടനങ്ങളായിരുന്നു. അപ്പോൾ ആൾക്ക് നമ്മൾ വരുമ്പോഴൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം കാണാൻ അങ്ങനെ കൊതിച്ചിരിക്കുക. അപ്പോഴാണ് നമ്മൾ വരുന്നുണ്ടാവുക. അങ്ങനെ കുറച്ച് അതൊക്കെ കഴിഞ്ഞ് സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തു. പിന്നെ നമ്മൾ വൈകുന്നേരം അമ്മ പണി മാറ്റി വരുമ്പോൾ അയില കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ കാണാനുള്ള അയില ഇങ്ങനെ പറ്റിച്ച് വെക്കില്ലേ, എന്നുവെച്ചാൽ വറുത്ത പോലെ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ആ 2 ചീനിച്ചട്ടിയിലായിട്ട് ഞാൻ വെച്ചു കേട്ടോ. അത് എല്ലാവർക്കും ഇഷ്ടമായി. ഞങ്ങളെല്ലാവരും അടിപൊളിയായി കഴിച്ചു. പിറ്റേ ദിവസം എന്താ ചിക്കനൊക്കെ വാങ്ങി തന്നിട്ടുണ്ട് കേട്ടോ. ഇനി നോലുമ്പൊക്കെ തുടങ്ങാൻ പോവല്ലേ, അപ്പോൾ ഒരു ചിക്കൻ ബിരിയാണിയൊക്കെ വെച്ചിട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് അമ്മ അന്ന് ലീവൊക്കെ ആക്കി ഞങ്ങൾക്ക് ചിക്കനൊക്കെ കൊടുന്നു തന്നു. അപ്പോൾ ചിക്കനും സംഭവമൊക്കെ വെച്ച് ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബിരിയാണിയുടെ അരി അത്ര സുഖം ഉണ്ടായിരുന്നില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്തു. അതിനുശേഷം പിറ്റേ ദിവസം ഞായറാഴ്ച ഞങ്ങൾ തിരിച്ച് പോരുകയാണ് കേട്ടോ. കാരണം തിങ്കളാഴ്ച ഇനി ലീവാക്കാൻ പറ്റില്ല, സ്കൂളിലേക്ക് പോകണല്ലോ. വെള്ളിയാഴ്ച ഓൾറെഡി നമ്മൾ ലീവ് എടുത്തു. അപ്പോൾ അതാ 3 മണിയുടെ പാലക്കാട് ബസ്സുണ്ട്. ഇതിന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ബസ്സിലൊന്നും കയറി ഇതൊന്നും വേണ്ട, നേരെ നമുക്ക് കൂട്ടനാട് വന്നിറങ്ങാം. നമ്മളെ ഇവിടുന്ന് പൊന്നാനി സ്റ്റാൻഡിൽ നിന്ന് കയറിയാൽ നേരെ അവിടെ വന്നിറങ്ങാം. അങ്ങനെ ഇറങ്ങി പിറ്റേ ദിവസം നമ്മൾ ഞായറാഴ്ചയായിരുന്നു പോളിയോ കൊടുക്കേണ്ട, അന്ന് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പിറ്റേ ദിവസം അതാ രുദ്രനായിട്ട് പോളിയോ ഒക്കെ കൊടുത്ത് ഒന്ന് ചെറിയൊരു കറക്കൊക്കെ കറങ്ങി നമ്മളൊരു വരുന്ന വഴിക്ക് ഒരു ആനേനൊക്കെ കണ്ട് തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് പെട്ടെന്ന് ആന കണ്ടപ്പോൾ വണ്ടി നിർത്തിയതാട്ടോ. അപ്പോൾ കുറച്ചേരം രുദ്രുവിന് കാണിച്ചു കൊടുത്ത് പിന്നെ നമ്മൾ ആനയ്ക്ക് ബൈ ബൈ ഒക്കെ പറഞ്ഞു പോന്നു. അപ്പോൾ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.